ആ ഗുഡ് മോർണിംഗ് മോളെ. ബാ ഇരിക്കി. എന്താ ചായ ഇട്ട് നോക്കാണോ? രാവിലെ പത്രം വായന കഴിഞ്ഞിട്ട് ചായ ഇടാറുള്ളൂ. മോള് പത്രം വായിക്കാറുണ്ടോ? ഇരിക്കി. വായിക്കാറുണ്ടോ? ഞാൻ അമ്മേ. ഓ ഗിരീഷേട്ടന് ചായ. ഗിരീഷേട്ടനാ? നീ അങ്ങനെയാണോ അവനെ വിളിക്കാൻ പോണേ? അതെ. എന്തിന്? അയ്യോ, ഞാനിങ്ങോട്ട് വന്നപ്പോ ഗീതാന്റെ ആകെ തന്ന ഉപദേശം ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നാ. അപ്പൊ പിന്നെ ഗിരീഷേട്ടാന്നല്ലേ വിളിക്കാൻ? ഈ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ദൈവമല്ലേ? അതെ. എന്ന് വെച്ച് നീ അമ്പലത്തിൽ ചെന്ന് കൃഷ്ണനെ കാണുമ്പോ എന്നെ കൃഷ്ണേട്ടാന്ന് വിളിക്കാറുണ്ടോ? സ്പീഡ് പേടിയുണ്ടോ? ഞാനേക്ക് 35-ലൊക്കെ പോകും. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത്? പുത്തൻ പെണ്ണും ചെറുക്കനും എങ്ങോട്ടാ? വീട്ടിലേക്കാ. ബർത്ത്ഡേ ഇങ്ങ് എത്തിയല്ലോ മോളെ. ആരുടെ? അനുമോളുടെ. ആണോ? വരുന്ന 5-ാം തീയതി. അനുമോള് ജനിച്ച നാളോടെ ഇവിടുന്ന് കേക്ക് വാങ്ങിടുന്നേ. അതുകൊണ്ട് ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ വിജയനെ കാണാപ്പാടോ. വിജയേട്ടന്റെ കേക്ക് സൂപ്പറാണ് കേട്ടോ. ഇത്തവണ ബർത്ത്ഡേ നമ്മൾ പൊളിക്കും. എല്ലാ മാസം കുറിപ്പിട്ട പെൻഷൻ കിട്ടി കഴിയുമ്പേ ഇങ്ങോട്ടൊരു വരവാ. പിന്നെ കുറെ ചോക്ലേറ്റും ഒരു ടിൻ ഗുലാബ് ജാമും. ഗുലാബ് ജാമോ? അതാർക്കാ? അതമ്മയ്ക്ക്. ആണോ? എന്നാ ഞങ്ങൾക്ക് ഒരു ഗുലാബ് ജാമുൻ. അത് അച്ഛൻ വാങ്ങിക്കോളൂ. ഇല്ല, നമ്മുടെ വക പറഞ്ഞു ഇരിക്കട്ടെ. ചേട്ടനെ കർമ്മമൊക്കെ ചെയ്ത് നാളെ കണ്ടു. വാ കുറിപ്പട്ട, കയറിയിരിക്കും. വേണ്ട, നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനുവും ഗിരീഷും എത്തിയോ? ആ എത്തി. ഉടനെ അങ്ങോട്ട് ചെല്ലണം. മാഷ് മരിച്ചോടനെ വന്ന് ഇങ്ങനൊരു കാര്യം പറയാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് 2 ദിവസം വെയിറ്റ് ചെയ്തത്. എന്ത് കാര്യം കുറിപ്പട്ട? മാഷ് മരിച്ചതിൻ്റെ അന്ന് രാവിലെ എൻ്റെ നിന്ന് കുറച്ച് കാശ് വാങ്ങിയായിരുന്നു. ഒരു 18 ലക്ഷം രൂപ. വസ്തു വിറ്റ കാശായിരുന്നു. 18 ലക്ഷം രൂപയോ? എന്തിനു? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. പ്രമാണം തിരിച്ചെടുത്ത് വസ്തു വിറ്റിട്ട് കാശ് തരാമെന്നാ പറഞ്ഞ്. ആണോ? ഞാൻ അച്ഛൻ്റെ അലമാരയിലുണ്ടോ നോക്കട്ടെ. ഉണ്ടല്ലോ അല്ലേ? അലമാരയിലൊന്നും കണ്ടില്ല. ആകെ എന്തോ ഒരു 3000 രൂപ ഉള്ളൂ. അമ്മയ്ക്കൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചു. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ഇപ്പം ഞങ്ങൾ വന്നത് നിങ്ങളെ രണ്ടുപേരെയും വിരുന്നിന് ക്ഷണിക്കാനാ. അടുത്ത ഞായറാഴ്ച അവിടെ. ഞങ്ങൾ വരാം. ആ വാ, കഴിക്കാം. ഇവിടെ ഇരിക്കും. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. നിങ്ങളെ കഴിക്കും. അല്ലയാ, നമുക്ക് ആ തുണിക്കട തുടങ്ങണ്ടേ? ഇപ്പോഴാകുമ്പോൾ അളിയൻ്റെ കാശുണ്ടല്ലോ. തുടങ്ങാം. അതൊക്കെ വെള്ളം അടിച്ച് എപ്പോഴേ തീർന്നിട്ടുണ്ടാവും. പോരാത്തതിന് ഷാപ്പിലെ കല്യാണ ആഘോഷം. ചുമ്മാ ആവശ്യമില്ലാത്ത പറയാ. അളിയൻ അതൊക്കെ എഫ്ഡി ഇട്ടാക്കുക അല്ലേ അളിയ? കള്ളുകൂടി തുടങ്ങിയ പിന്നെ നാക്കെടുത്ത കള്ളമേ പറയൂ. നശിപ്പിക്കൽ മാത്രം. അച്ഛൻ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ. അല്ല, എന്റെ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ്. അത് നോക്കാം. വിശപ്പായില്ലെന്ന് തോന്നുന്നല്ലേ? നന്നായിട്ടുണ്ട്. ആ അമ്മ. മോളെ കഴിച്ചായിരുന്നോ? ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോണ്ടിരിക്കുക. ഓ എന്നാ ശരി, കഴിച്ചിട്ട് വിളിക്ക്. ഓക്കെ അമ്മ. ആ ഫോൺ വെച്ചിട്ടൊന്ന് വരുമോ? എന്റെ റൂം ഒന്ന് ക്ലീൻ ആക്കോ? ഈ മുറി ഇപ്പൊ എന്ത് വൃത്തിയാക്കാനാ? ഇത് ഇതെന്താണ് ഇത്? അവൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കുടിച്ചെടുത്ത കുപ്പിയാണ് ഇതൊക്കെ. എന്നിട്ട് എന്താ എന്നോട് പറയാണ്ടിരുന്നത്? അപ്പൊ അമ്മ കല്യാണം കൊടുക്കൂലേ? ഒരു പെണ്ണിന്റെ ജീവിതം ഉണ്ടാ. അപ്പൊ എന്റെ ജീവിതവും നിന്റെ ജീവിതത്തിന് എന്താണ് കുഴപ്പം? ഒറ്റ രാത്രി എന്നെ ഇവിടെ കിടത്തി ഉറക്കില്ല. ചേട്ടൻ പിന്നെ ചേട്ടൻ റൂമിൽ കിടക്കില്ലല്ലോ. ഒരു ബൈക്കും ഫോണും വാങ്ങിച്ചു എന്റെ പേരില് അടിമയാണ് ഞാൻ. അടിമ അനുഭവിച്ചോ? എല്ലാത്തിനും കൂട്ടുവന്നിട്ടല്ലേ. ഈ മുറി വൃത്തിയാക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഇത്രയും കാലം വളർത്തേനുള്ള ഗിഫ്റ്റ്. വാടാ, ഒരെണ്ണം അടിച്ചിട്ട് വാടാ. ഇല്ലടാ, ഞാൻ നിർത്തി. ഇനി അടിക്കുന്നില്ല. 8 മണിക്ക് വീട്ടിൽ കയറാന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത്. പോണം. എന്നാ ശരി. കല്യാണം കഴിഞ്ഞ് 7:50. ഞാൻ അപ്പഴാ പറഞ്ഞില്ലേ. ചണ്ടേരുണ്ടെന്ന് അടിച്ചോ. അപ്പൊ തന്നെ കിട്ടി. നിർത്തില്ല.
ചെറുതോറിന് അടിച്ചിട്ട് പോലെ. ചെറുതോ വലുതോ നീ അടിക്ക. ഞാൻ ഒഴിക്കാം. അല്ല നീ ഒഴിക്കല്ലേ, നീ ഒഴിക്കല്ലേ. നീ ഒഴിച്ചാ കൂടിപ്പോ. ഞാൻ ഒഴിച്ചോളാം. അല്ലെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയോ സൗഹൃദത്തിന്റെ വില? അറിയില്ല. ഞാൻ ഇന്ന് വീട്ടിൽ പോകണം. നീ ഒന്ന് ഒഴിച്ചടാ. എന്നാ ഇവിടെ കൂടാം. ഒരു 4 ഉള്ളിൽ ചെന്നാലേ ഒരു തഴുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹണിമൂൺ തകർക്കാം. ഇത്രയും ദിവസമാണ് ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലായിട്ട് ആകെ ബഹളായിരുന്നു. ഇന്നാ ഒന്ന് ഫ്രീ ആയത്. അപ്പൊ ഇന്ന് അച്ഛൻ്റെ തമിഴ് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് എല്ലാ പാട്ടും ഇഷ്ടാ. എന്തിനാ ഇത്ര പെർഫ്യൂം അടിച്ചേ? മനം പോവാ. എന്താ? നല്ല മണവും നല്ല പാട്ടൊക്കെ അല്ലേ, അതൊക്കെ വിട്ടുകളാ. ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, ആ എവിടെയാ നിർത്തി? ഇവിടെ. ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ. നീ എന്താ താഴെ കിടക്കുന്നത്? കട്ടിലി വട്ടം കിടന്നാ പിന്നെ വേറെ ആർക്കെങ്കിലും കിടക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ താഴെ വന്ന് കിടക്കട്ടെ. ഇന്നലെ ഒരു ചതിപ്പെട്ടു. ഞാനും. ഗുഡ് മോർണിംഗ്. നീ ഇന്നലെ രാത്രി മദ്യപിച്ചു ഇല്ലേ? 2 സ്മോൾ അടിച്ചു. ഇനി മദ്യപിക്കില്ല എന്ന് എനിക്ക് നീയല്ലേ വാക്ക് തന്നത്? ഇനി മദ്യപിക്കില്ല എന്ന് കുറിപ്പിട്ട് അനുവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെന്തായി? അതെന്റെ കാര്യം. നീ നിന്റെ ഈ ദുശീലം നിർത്തിക്കോണം. എനിക്കിത് ദുശീലമല്ല, ശീലമാണ്. അല്ല എങ്ങനെ കുറിപ്പേട്ട മദ്യപിക്കുന്നത് എന്തിനാ? ചെറിയൊരു ആനന്ദത്തിന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതുക്കും വിലയാണ്. പരമാനന്ദം.